SPA ഭോപ്പാലിനെ പറ്റിയിട്ട് ഞാൻ പ്രീവിയസ്ലി ചെയ്തൊരു വീഡിയോ ഞാൻ വീണ്ടും ചാനലിലൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാണ്. കോളേജിനെ പറ്റിയിട്ടൊരു ബേസിക് ഐഡിയ കിട്ടാനും ജോസ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പല കുട്ടികൾക്കും അത് ഓപ്ഷനിൽ ആഡ് ചെയ്യണമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ ഭോപ്പാൽ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലാണ്, മധ്യപ്രദേശിലാണ് ഭോപ്പാൽ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റി. അപ്പോൾ ഭോപ്പാലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭോപ്പാൽ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ്. എഡ്യൂക്കേഷണൽ ഹബ്ബ് ആയതുകൊണ്ട് തന്നെ അവിടെ ആർക്കിടെക്ചറിൻ്റെ കോളേജ് മാത്രമല്ല, ഒരുപാട് നഴ്സിംഗ് കോളേജസ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് അങ്ങനെയൊക്കെ ഉണ്ട്. MNIT ഭോപ്പാലൊക്കെ കേട്ടിട്ടില്ല, അതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് കോളേജാണ്. ഓക്കെ, അപ്പോൾ അത്തരം കോളേജസൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഒരുപാട് മലയാളികൾ വന്ന് പഠിക്കുന്ന സ്ഥലമാണ്, ഒരുപാട് മലയാളികൾ വർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ളൊരു സിറ്റിയാണ്, ട്രാഫിക്സ് കുറവുള്ളൊരു സിറ്റിയാണ്. ഇത്രയാണ് SPA ഭോപ്പാലിനെ റിലേറ്റ് ചെയ്ത് പറയാനുള്ളൊരു കുറച്ച് കാര്യങ്ങൾ. ഇനി കോളേജസിനെ പറ്റി പറയുമ്പോൾ ഇതാണ് ഭോപ്പാലിൻ്റെ മെയിൻ ഗേറ്റ്. അപ്പം ഞാനൊരു കുട്ടിയുണ്ട്, നമ്മളവിടെ പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അതിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ നിന്ന് കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. 1-2 പേരിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് ഇൻഫോർമേഷൻസ്. ബേസിക്കലി 2 പേരാണ്, യാമി, മുത്തലിബ്, നമ്മുടെ പഴയ സ്റ്റുഡൻസാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇതാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എത്ര മലയാളികളുണ്ടെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനത് അന്വേഷിച്ചു. കഴിഞ്ഞ ലാസ്റ്റ് ബാച്ചിലൊക്കെ മോർ ദാൻ 10 സ്റ്റുഡൻസ് ഉണ്ട്. ടോട്ടൽ 5 ഇയേഴ്സ് ബാച്ചസ് കൂടുമ്പോൾ ഒരു ഓൾമോസ്റ്റ് നിയർ ടു 50 സ്റ്റുഡൻസ് മലയാളീസാണ്. അതായത് ഒരു ബാച്ചിൽ 75 സ്റ്റുഡൻസാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ ഒരു 350-400 പേരുള്ളൊരു കോളേജിൽ ഒരു 50 സ്റ്റുഡൻസ് മലയാളി എന്ന് പറയുന്നത് ഒരു ഹയർ പ്രപ്പോർഷനാണ്. അതൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിപ്പോൾ മലയാളികളില്ലെങ്കിലും പഠിക്കാനൊക്കെ പറ്റും അവിടെ പോയി കഴിഞ്ഞാൽ. പക്ഷേ മലയാളികൾ ഒരുപാട് പേര് ക്ലാസ്സിലുള്ളത്, അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ ബിൽഡിങ്സ് എല്ലാം പുതിയതാണ്, പുതിയ SPA ആണ്. പക്ഷേ റാങ്കിങ്ങിൽ ഇപ്പോൾ 7th എത്തിയിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു SPA ആണ് റാങ്കിങ്. SPA വിജയവാഡയും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്പർ 1 എപ്പോഴും SPA ഡൽഹിയാണ്. അവിടുത്തെ പല കാര്യങ്ങളും അതർ ദാൻ ചില ഇൻഫ്രാസ്ട്രക്ചർ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അവിടുത്തെ പല കാര്യങ്ങളും ഇന്ത്യയിലെ നമ്പർ 1 ആണ്, സൂപ്പർബാണ് SPA ഡൽഹി എന്ന് പറയുന്നത്. പക്ഷേ ചില ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ സിറ്റി ആയതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ചെറിയ പൊല്യൂഷൻ ഇഷ്യൂസ്, അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ പ്ലേസ്മെൻ്റ് ഒക്കെ നോക്കുമ്പോൾ SPA ഡൽഹിയാണ് ഹൈയസ്റ്റ് നിൽക്കുന്നത്. വെരി ഹൈ സാലറി പാക്കേജ് ആയിരിക്കും SPA ഡൽഹിയിലുള്ളത്. അപ്പോൾ ഞാൻ SPA ഡൽഹിനെ പറ്റിയും ഭോപ്പാലിനെ പറ്റിയും വീഡിയോസ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് SPA ഭോപ്പാലിനെയാണ്. ഇതാണ് അക്കാദമിക് ബ്ലോക്ക്. ഇത് ഹോസ്റ്റൽ ബിൽഡിംഗ് ആണ്. ഹോസ്റ്റൽസിൻ്റെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. 2 ബെഡ്, 2 ടേബിൾ, 2 കബോർഡ്, പിന്നെ ബാൽക്കണി. 2 പേരാണ് ഷെയർ ചെയ്യുന്നത് റൂം. അങ്ങനത്തെ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഹോസ്റ്റലൊക്കെ നിന്നിട്ടുള്ളവരാവണമെന്നില്ല നിങ്ങളെല്ലാവരും. പക്ഷേ ഹോസ്റ്റലൊക്കെ നിന്നിട്ടുള്ള എന്നെപ്പോലുള്ളവർക്ക് അറിയാം, ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇതിനേക്കാളൊക്കെ കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂംസാണ് മറ്റു പലയിടത്തും കിട്ടാറ് നമുക്ക്. ഇതാണ് ഫാക്കൽറ്റീസിൻ്റെ റെസിഡൻഷ്യൽ ഏരിയ. ഇത് അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഫോട്ടോ, പാസേജ് ഫ്രം അക്കാദമിക് ബ്ലോക്ക്. കൊള്ളാം, അത്യാവശ്യം നന്നായിട്ട് ഗ്രീനറി ഒക്കെ ഉണ്ട്. പിന്നെ മെസ്സ്, നമ്മൾ ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ. അപ്പോൾ നോർത്ത് ഇന്ത്യൻ ഫുഡ് ആയിരിക്കും എന്നുള്ള ടെൻഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ക്യാൻറ്റീനിൽ ബുഫേ മോഡലായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡ്സൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചപ്പാത്തി, അതുപോലെ തന്നെ ബ്രെഡ്, ടോസ്റ്റ് ചെയ്ത ബ്രെഡ്, എഗ്ഗ്, മിൽക്ക്, ഇതൊക്കെ ഫുൾ ടൈം അവൈലബിൾ ആണ്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുട്ടികളായിട്ട് സംസാരിച്ചപ്പോൾ വളരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ നല്ല ഭക്ഷണം തന്നെയാണെന്നാണ് പറയുന്നത്. പിന്നെ സ്ഥിരം സെയിം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു മടിപ്പൊക്കെ വരാം കുറച്ചധികം കാലം കഴിക്കുമ്പോൾ, എന്നാലും കുഴപ്പമില്ല, വളരെ നല്ലൊരു ഫുഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഇതൊരു വ്യൂ ഫ്രം വരാന്ത ജസ്റ്റ് വെച്ചു എന്നേ ഉള്ളൂ, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ. പിന്നെ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ സ്പോർട്സ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കോളേജിൽ വളരെ നന്നായിട്ട് തന്നെ ഉണ്ട്. ബാസ്കറ്റ് ബോൾ കോർട്ട്, നൈറ്റിലൊക്കെ കളിക്കാൻ പറ്റും, ഫ്ലഡ് ലൈറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രൗണ്ട്, നൈറ്റിൻ്റെ വ്യൂ, മോർണിംഗ് വ്യൂവിൽ ഗ്രൗണ്ട്, തൊട്ടടുത്തുള്ളൊരു ലേക്ക്, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ജനറലായിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അവിടെ ഒരുപാട് ടെക് ക്ലബ്സ് ഉണ്ട്. അപ്പോൾ മല്ലൂർ ടെക് ക്ലബ്ബ് നടത്തുന്ന മെയിനായിട്ടുള്ളൊരു ഇവൻ്റാണ് ഓണം. അപ്പോൾ ഓണത്തെ സെലിബ്രേഷൻസ് ഒക്കെ അവിടെ വളരെ കാര്യമായിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ തമിഴ് സ്റ്റുഡൻസ് ആണെങ്കിൽ പൊങ്കൽ ആഘോഷിക്കും. നോർത്ത് ഇന്ത്യൻസ് ആയിട്ട് വരുമ്പോൾ ജന്മാഷ്ടമി, അത്തരം കാര്യങ്ങളൊക്കെ സെലിബ്രേഷൻസുകളെല്ലാം വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അതിപ്പോൾ ഏതൊരു SPAs, IIT, NIT കൾച്ചറിന് മുമ്പ് വളരെ നല്ല രീതിയിലുള്ള ആഘോഷങ്ങളായിരിക്കും.
എല്ലാത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുക. അതിപ്പോൾ കണ്ടില്ലേ മഡ് ഗെയിംസ് ഒക്കെ വരും. അത്തരം കാര്യങ്ങളൊക്കെ ദിവസങ്ങളിലൊക്കെ കോളേജ് ലീവ് കൊടുത്തുകൊണ്ട് ഇത്തരം എക്സ്ട്രാ ആക്ടിവിറ്റീസിനും കോളേജ് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. കൾച്ചറൽ ഇവൻറ്റ്സുകൾ ഉണ്ടാവാറുണ്ട്, ഫ്രഷേഴ്സ് ഡേ ഉണ്ടാവാറുണ്ട്, പിന്നെ 3 SPAസും ചേർന്ന് നടത്തുന്ന ഫെസ്റ്റ് എല്ലാ കൊല്ലങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല എക്സ്പോഷർ കിട്ടാൻ വേണ്ടി നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ. പിന്നെ ട്രിപ്സ് നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് പോകണം അത്ര ദൂരമില്ല. അപ്പോൾ കോളേജിൽ നിന്നുള്ള ഇൻഡസ്ട്രിയൽ വിസിറ്റും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ തന്നെ ഒരുപാട് നോർത്ത് ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഭോപ്പാൽ പഠിക്കുകയാണെങ്കിൽ. പിന്നെ നിയർ ബൈ ലൊക്കാലിറ്റിയുടെ ഒരു ഫോട്ടോ അയച്ചു തന്നതാണ്. പിന്നെ എനിക്ക് ക്യാമ്പസിനെ പറ്റി പറയാനുള്ളത്, ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റേഷനറി ഐറ്റംസ് മേടിക്കാനുള്ള കടകൾ, ചെറിയ മിനി ക്യാൻറ്റീൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വേണ്ടതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇനി അതല്ല എന്തെങ്കിലും എക്സ്ട്രാ മേടിക്കണമെന്നുണ്ടെങ്കിൽ കോളേജിൽ നിന്ന് പുറത്തേക്ക് വേണ്ടിയിട്ട് ബസ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ കോളേജ് ബസ്സിൽ തന്നെ കയറി പോവുകയാണെങ്കിൽ കുറച്ചും കൂടി സേഫായിട്ട് പോയി നമുക്ക് മേടിക്കേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ചില പ്രത്യേക സമയങ്ങളിൽ തിരിച്ച് റിട്ടേണും ബസ് ഉണ്ടാവും. രാത്രി 10 മണി വരെ അങ്ങനെ ഉണ്ട് സർവീസ്. അപ്പോൾ അങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ അതല്ല പ്രൈവറ്റ് ആയിട്ടുള്ള മറ്റ് ബസ്സുകൾ യൂസ് ചെയ്യണമെങ്കിൽ കുറേ കൂടി ചീപ്പായിരിക്കും. പക്ഷേ കൺജസ്റ്റഡ് ആയിട്ട് അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പോകേണ്ടി വരും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, വളരെ സേഫാണ് എന്നാണ് കുട്ടികളെല്ലാവരും പറഞ്ഞത്. ഇനി കേരളത്തിലേക്ക് വരണമെങ്കിൽ മെയിനായിട്ട് 2 ട്രെയിനാണുള്ളത്. ഒന്ന് കേരള എക്സ്പ്രസ്, ഒന്ന് മംഗള എക്സ്പ്രസ്. ഇത് കൂടാതെ വല്ലപ്പോഴൊക്കെ സ്പെഷ്യൽ ട്രെയിൻസാണ് ഉണ്ടാവുക. അപ്പോൾ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും. ഓൾമോസ്റ്റ് 1 hour 15 kilometers ജേണിയാണ് കോളേജിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെയുള്ളത്. എയർപോർട്ടിൽ 30 minute യാത്രയുള്ളൂ. പക്ഷേ ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് കുറവാണ്, പക്ഷേ കണക്റ്റിംഗ് ഫ്ലൈറ്റ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് SPA ഭോപ്പാലിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ SPA വിജയവാഡനെ പറ്റിയിട്ടും SPA ഡൽഹിനെ പറ്റിയിട്ടും ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഇഗ്നൈറ്റിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ അവർ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അവർ എല്ലാവിധ ഹെൽപ്പുകളും ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ മലയാളി സമാജമൊക്കെ ഉണ്ട് അവിടെ, അവരൊക്കെ ആയിട്ട് എനിക്ക് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഇഗ്നൈറ്റിലെ കുട്ടികൾക്ക് അവിടെ സീറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ട എല്ലാവിധ ഹെൽപ്പുകളും ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.